ഹലോ കൂട്ടുകാരെ, ഇന്ന് ബാഗ് എന്താ പാക്ക് ചെയ്തിരിക്കുന്നതെന്നല്ലേ നിങ്ങൾ വിചാരിക്കുന്നത്? ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോരാൻ വേണ്ടിയിട്ട് ബാഗൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ടാണ് കേട്ടോ. അങ്ങനെ ബാഗൊക്കെ തലേദിവസം തന്നെ പാക്ക് ചെയ്ത് പിറ്റേ ദിവസം രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വെയിറ്റിംഗ് ആണ് കേട്ടോ. വീട്ടിൽ നിന്ന് വരുന്നവരെ കാത്തിങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ കുറേ സമയമായപ്പോൾ വീട്ടിൽ നിന്ന് എല്ലാവരും വന്ന് ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ വേഗം പുറത്തൊക്കെ ഇറങ്ങി കേട്ടോ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചേച്ചിയുടെ ഹസ്ബൻഡും അനിയനും കൂടി അവിടെ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കണമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ പോകുന്നു കേട്ടോ. വണ്ടിയിൽ കാറിലായിരുന്നു പോകുന്നത്. വീട്ടിലേക്ക് പോരുന്നതിനൊരു കാരണം കൂടി ഉണ്ട് കേട്ടോ. അത് ഞാൻ പിന്നീട് പറയുന്നതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോരുമ്പോൾ കരോൾ ഫ്ലോട്ടിൻ്റെ അവിടെ എത്തിയിട്ടോ, നിലമ്പൂർ. നല്ല രസമാണ് കേട്ടോ ഇതിന് പോരാൻ. നല്ല മരങ്ങളൊക്കെ ആയിട്ട് കുറേ കടകളിലൊക്കെ ഉണ്ടാവും കേട്ടോ. കരിമ്പിൻ ജ്യൂസ് അങ്ങനത്തെ ഒരുപാട് കടകളിലൊക്കെ ഉണ്ട് കേട്ടോ അതിനെ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിങ്ങനെ പോരുകയാണ് കേട്ടോ ഞങ്ങൾ. കുറച്ച് നേരം ഇങ്ങനെ കാഴ്ചയൊക്കെ കണ്ടിട്ട് പോരാൻ നല്ല രസമാണ് കേട്ടോ. കുറേ ഇവിടെ എത്തിയപ്പോൾ ഞങ്ങൾ ചായയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി കേട്ടോ വണ്ടിയിൽ നിന്ന്. എന്നിട്ട് എല്ലാവരും കൂടി ചായയൊക്കെ കുടിക്കുകയാണ് കേട്ടോ. ഞാൻ ചായ പറഞ്ഞു, അച്ചു ചായ, ഏട്ടനും അനിയനും ഒക്കെ ചായ കുടിക്കുകയാണ് കേട്ടോ. ചെറിയ സ്നാക്സ് കടയിൽ കേട്ടോ. അപ്പോൾ ഞങ്ങൾ സമൂസയും ബർഗറും ഇഷ്ടമുള്ളതൊക്കെ കഴിച്ചു കേട്ടോ. പിന്നീട് ഞങ്ങൾ വേഗം ചായയൊക്കെ കുടിച്ചിട്ട് അവിടെ നിന്ന് പോന്നു കേട്ടോ. പിന്നെ വീടിൻ്റെ അവിടെ എത്താനായിട്ടോ. നമുക്ക് വീടിൻ്റെ അവിടെ എത്താനായെന്നുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമാവില്ലേ നമ്മുടെ വീട്ടിലേക്ക് എത്താൻ വേഗം. അങ്ങനെ ഇരുന്നു കേട്ടോ എനിക്ക്. ഇവിടെ വീട്ടിലെത്തി. പിന്നീട് അടുത്ത പണി എന്ന് പറഞ്ഞാൽ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള സാധനങ്ങളൊക്കെ വീട്ടിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് കേട്ടോ. അത് എല്ലാവരും കൂടി വീടിൻ്റെ അവിടേക്ക് കുറച്ച് സാധനങ്ങളേ ഉള്ളൂ കേട്ടോ. കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അവിടെ കൊണ്ടുവന്ന് വെച്ച് ഭർത്താക്കന്മാരുടെ വീട്ടിൽ നിന്ന് സ്വന്തം വീട്ടിലേക്ക് വരുമ്പോഴുള്ളൊരു സന്തോഷം അത് പറയിക്കാൻ അറിയില്ല കേട്ടോ. അങ്ങനെ എന്നെ പോലെ തന്നെയാണോ നിങ്ങളെല്ലാവരും?